ഓം നമോ ഭഗവതേ വാസുദേവായ. പ്രിയ സജ്ജനങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. സത്സംഗവേദിയിൽ നമ്മൾ ശ്രീമദ് ഭഗവത്ഗീതയിലെ 13-ാം അധ്യായമായ ക്ഷേത്രജ്ഞ വിഭാഗയോഗത്തിലെ 26 ശ്ലോകങ്ങളാണ് പൂർത്തിയാക്കിയത്. ഇന്ന് നമുക്ക് 27-ാമത്തെ ശ്ലോകം നോക്കാം. യാവത് സംജായതേ കിഞ്ചിത് സത്വം സ്ഥാവരജംഗമം ക്ഷേത്രജ്ഞ സംയോഗാത് തദ്വിദ്ധി ഭരതർഷഭ. ഭരതർഷഭ, ഹേ ഭരതശ്രേഷ്ഠ, ഭരതകുലത്തിൽ ജനിച്ച അർജുന, സ്ഥാവര ജംഗമം, സ്ഥാവരവും ജംഗമവും ആയ, ചരമോ അചരമോ ആയ അഥവാ ചലിക്കുന്നതോ ചലിക്കാത്തതോ ആയ, കിഞ്ചിത് സത്വം, ഏതെങ്കിലും സത്വം, അതായത് ജീവജാലം, യാവത് എവിടെയെങ്കിലും എപ്പോഴെങ്കിലും, സംജായതേ ജനിക്കുന്നുവോ അഥവാ ഉണ്ടാകുന്നുവോ, തത് അത്, ക്ഷേത്രജ്ഞ സംയോഗാത് ശരീര ആത്മാക്കളുടെ സംയോഗം കൊണ്ടാണ്, വിദ്ധി എന്നറിയുക. ഹേ ഭരതകുല വംശജനായ, ഭരതകുല ശ്രേഷ്ഠനായ അർജുന, ചലിക്കുന്നതോ ചലിക്കാത്തതോ ആയി അഥവാ ചരമോ അചരമോ ആയി ഏതെങ്കിലും ജീവജാലം എവിടെയെങ്കിലും എപ്പോഴെങ്കിലും ഉണ്ടാകുന്നുവോ അഥവാ ജനിക്കുന്നുവോ, അത് ശരീര ആത്മാക്കളുടെ അഥവാ പ്രകൃതി പുരുഷ സംയോഗം കൊണ്ടാണ് എന്ന് അറിയുക. ഇതാണ് ശ്ലോകത്തിൻ്റെ അർത്ഥം. പ്രകൃതിയുടെ പരിണാമമായ ശരീരവും പരംപുരുഷൻ്റെ അംശമായ ജീവചൈതന്യവും അഥവാ ജീവാത്മാവും പരസ്പരം കൂടിച്ചേരുമ്പോഴാണ് ചരാചരങ്ങളായ ഭൂതജാലങ്ങൾ ഉത്ഭവിക്കുന്നത്. അഥവാ പ്രകൃതി പുരുഷ സംയോഗം കൊണ്ടാണ് ദൃശ്യപ്രപഞ്ചം ഉണ്ടാകുന്നത്. ഭൗതികദേഹം ക്ഷേത്രവും അതിൽ ജീവചൈതന്യമായി കുടികൊള്ളുന്ന ദേഹി ക്ഷേത്രജ്ഞനും ആകുന്നു. ചരിക്കുന്ന ജീവിവർഗങ്ങളും, അതായത് സഞ്ചരിക്കുന്ന ജീവിവർഗങ്ങളും ചരിക്കാത്ത സസ്യജാലങ്ങളും ഈ സംയോഗഫലമത്രേ. ഈ സംയോഗമില്ലാതെ, അതായത് പ്രകൃതി പുരുഷ സംയോഗമില്ലാതെ സൃഷ്ടി സംഭവിക്കില്ല. ഇവ വേർപെട്ടാൽ ഭൗതികദേഹം വെറും ജഡമായി മാറുന്നു അഥവാ ജീർണിക്കുന്നു. ഇവ രണ്ടും സംയോജിച്ചിരിക്കുമ്പോൾ മാത്രമേ അത് പ്രവർത്തനക്ഷമമാവുകയുള്ളൂ, ശരീരം പ്രവർത്തനക്ഷമമാവുകയുള്ളൂ. അപ്പോൾ ഈ പ്രകൃതി പുരുഷ സംയോഗമുണ്ടെങ്കിൽ മാത്രമേ പ്രപഞ്ചം സൃഷ്ടിക്കപ്പെടുകയുള്ളൂ, നിലനിൽക്കുകയുമുള്ളൂ. ഇതാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. അടുത്ത ശ്ലോകം നമുക്ക് അടുത്ത ദിവസം നോക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓം നമോ ഭഗവതേ വാസുദേവായ.